നമസ്കാരം, ധനുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ സ്മാർട്ട് PYQ സീരീസാണിത്. ഭാഗം 4ാമത്തെ ഭാഗമാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും PSC ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2023 ക്വസ്റ്റ്യൻസാണ്. അടുത്ത പ്രിലിംസ് LDCക്കും അതുപോലെ തന്നെ WPC വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്കും പഠിക്കാൻ പറ്റി അല്ലെ ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ടോപ്പിക്കാണിത്, ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം, അധികം ദീർഘിപ്പിക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൽ ആണ്? ആൻസർ ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ചൈനയിലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകമെന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പരിസ്ഥിതിയാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം. പരിസ്ഥിതിയാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം. അടുത്ത ക്വസ്റ്റ്യൻ, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ആൻസർ മിഥാലി രാജ്. 2023 കറണ്ട് അഫെയർ പെട്ടതായിരുന്നു അത്. ഓക്കെ, ഇപ്പോഴത്തെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ചോദ്യം പ്രസക്തമുണ്ട്, ഇപ്പോഴും പ്രസക്തമാണ് ഇപ്പോഴത്തെ. ഓക്കെ, 6 ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജാണ്. അടുത്തത് 2021 ജ്ഞാനപീഠം അവാർഡ് ജേതാവ്. ജ്ഞാനപീഠം അവാർഡ് ചെയ്ത് 2021 ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ദാമോദർ മൗസോ. അടുത്ത ക്വസ്റ്റ്യൻ, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ആൻസർ നമുക്കറിയാം, മീററ്റാണ്. 1857 കലാപം എന്ന് പറയുമ്പോൾ 1ാം സ്വാതന്ത്ര്യ സമരമാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അല്ലേ. മഹത്തായ കലാപം എന്ന് അറിയപ്പെടുന്നുണ്ട്. 1857 കലാപം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മീററ്റാണ്. ആരംഭിച്ചത് മീററ്റിൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായിട്ട്. ആൻസർ ഓപ്ഷൻ സി, 2021 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാലിപ്പോൾ 2026 എന്ന് പറയുമ്പോൾ ഏതായിരിക്കണം? 2026 വർഷം 27 എന്താണ്? ഉത്തരം നമുക്ക് പറയാം. 2026 എന്ന് പറയുമ്പോൾ അവിടെ അന്താരാഷ്ട്ര പാസ്തലിസ്റ്റുകൾ അതുപോലെ റേഞ്ച് ലാൻഡ് വോളണ്ടിയർ, പ്രത്യേകിച്ച് എന്താണെന്നത് വനിതാ കർഷക വർഷമാണ്. വനിതാ കർഷക വർഷമായിട്ടും ആചരിക്കുന്നു. 26 വനിതാ കർഷക വർഷമായും ആചരിക്കുന്നു. പാസ്തലിസ്റ്റുകൾ, റേഞ്ച് ലാൻഡ് വോളണ്ടിയർ വർഷമാണ്. അതുപോലെ തന്നെ വനിതാ കർഷക വർഷമായും 2026 ആചരിക്കുന്നുണ്ട്. ഓക്കെ, 27 എന്ന് പറയുമ്പോൾ എന്താണ്? 27 എന്താണ്? അന്താരാഷ്ട്ര സുസ്ഥിര പ്രതിരോധ വർഷം. അന്താരാഷ്ട്ര സുസ്ഥിര പ്രതിരോധ വർഷമായിട്ടും ആചരിക്കുന്നു. ഓക്കെ, റീസൈലൻറ്റ് അന്താരാഷ്ട്ര സുസ്ഥിര പ്രതിരോധ വർഷമായി ആചരിക്കുന്നുണ്ട്. 27. ഓക്കെ, സുസ്ഥിര വർഷം 27 സുസ്ഥിര വർഷം. അന്താരാഷ്ട്ര സുസ്ഥിര പ്രതിരോധ, യുദ്ധമൊക്കെ നടക്കുക ഓർത്താൽ മതി, പ്രതിരോധ വർഷം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തല്ലേ. അപ്പോൾ ഇവിടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ
ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. ജോഗ്രഫിയുടെ ഒരു പാർട്ടാണിത്. നെക്സ്റ്റ്, ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യ ശ്രീലങ്ക വേർതിരിവാണത്. ഓക്കെ, പാക് കടലെടുക്ക് ഇന്ത്യ ശ്രീലങ്ക ഗ്യാപ്പിനിടയ്ക്ക് പറഞ്ഞ പേരാണ് പാക് കടലെടുക്ക്. അതുപോലെ തന്നെ റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിവ് ആരാണ്? റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ, പാക്കിയുടെ ക്ലിഫ്, അത് വെച്ച് പഠിക്കാം. ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിവാണ് റാഡ്ക്ലിഫ് രേഖ. ആ പ്രസ്താവന രീതി വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ശരി പ്രസ്താവന പഠിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഈ ശരി പ്രസ്താവനകൾ എപ്പോഴും പിന്നെന്താണ് ചോദ്യമായിട്ട് വരിക. അതാണ് പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഒരു ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ അത് തന്നെയാണ് അല്ലേ. PSC ചോദിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കയ്യിലുള്ള പോയിൻറ്റ്സുകൾ ഇതാണ്. ഈ പോയിൻറ്റ്സ് എന്ത് ചെയ്യാം? അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. അവരുടെ കണ്ടൻറ്റ് അതാണ്. അപ്പോൾ അത് തന്നെ ഈ പോയിൻറ്റുകൾ പഠിച്ചു വെക്കണം അല്ലേ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഈ ഒരു ഫാക്റ്റ് ഇവിടെ കിടക്കുമ്പോൾ അവരുടെ PSC എഴുതുന്ന അല്ലെങ്കിൽ ചോദ്യം ഇടുന്ന ആൾക്കാരിലുള്ള കണ്ടൻറ്റ് ഉണ്ട് അല്ലേ. പ്രത്യേക ഒരു തയ്യാറാക്കിയേക്കുമല്ലോ. ആ കണ്ടൻറ്റ് അതിലൊന്നാണ്. അപ്പോൾ നമ്മളിത് പഠിച്ചു വെച്ചാൽ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ആൻസർ ബ്രസീൽ. ആൻസർ ബ്രസീലാണ്. ബ്രസീലാണ് ഇന്ത്യയേക്കാൾ കൂടുതൽ വിസ്തൃതിയുള്ള രാജ്യം. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി ആണ്. ആനമുടിയാണ്. ആനമുടിക്ക് മറ്റു പ്രത്യേകതകളുമുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി അല്ലേ. ആനമുടി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ആനമുടി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളമാണ്. അതേപോലെ തന്നെ ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. ഇത്രയുമുള്ള ആനമുടിയുടെ പ്രത്യേകതകൾ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുടി കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി അല്ലേ. അതുപോലെ തന്നെ ആനമല, ഏലമല, പളനിമല കണ്ടില്ലേ, അത് സംഗമിക്കുന്ന എവിടെയാണ്? ആനമുടിയിലാണ്. മറ്റൊരു പോയിന്റ്, ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണെന്ത്? ആനമുടി. ഓക്കെ അല്ലേ. ഈ ദോഡാബെട്ട എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദോഡാബെട്ട അല്ലേ. ദോഡാബെട്ട എന്താ? അതായത് നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണെന്ത്? ദോഡാബെട്ട. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബെട്ട എന്ന് പറയുന്നത്. ഈ നീലഗിരി കുന്ന് പറയുമ്പോൾ എന്താണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി. അങ്ങനെയുള്ള നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്, ഉയരം കൂടിയ പ്രദേശമാണ് ദോഡാബെട്ട. ഇതെവിടെയാണ്? തമിഴ്നാട്ടിലാണ്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇനി മഹേന്ദ്രഗിരി കുന്നുകളെ വേണം. മഹേന്ദ്രഗിരി എന്ന് പറയുന്നത് എന്താണ്? പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ്, പർവ്വതമാണെന്ത്? മഹേന്ദ്രഗിരി കുന്നുകൾ എന്ന് പറയും. അതും തമിഴ്നാടാണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സംഭാർ തടാകമാണ് ശുദ്ധജല തടാകം അല്ലാത്തത് അല്ലേ. ഇപ്പം ലോക്തക് തടാകം എന്താണ്? മണിപ്പൂരാണ്. ഒഴുകുന്ന തടാകമാണ്. ഒഴുകുന്ന തടാകമാണ് ലോക്തക് തടാകം അല്ലേ. ഒഴുകുന്നവയാണെന്ത്? ലോക്തക് തടാകം. ഓർത്തിരിക്കാം. നെക്സ്റ്റ്, സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്ത് പറയും? നർമ്മദ അല്ലേ. സർദാർ, നർമ്മദ ഓർത്തിരിക്കാൻ പറ്റും. സർദാറിൻ്റെയും നർമ്മദയും കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു പ്രാസവും ലിംഗവും ഒക്കെ ഇല്ലേ ഇവിടെ. സർദാർ സരോവർ അണക്കെട്ട് എവിടെയാണ്? നർമ്മദയിലാണ് കാണപ്പെടുക.
സർദാർ സരോവർ അണക്കെട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? നർമ്മദയിലാണ് സർദാർ സരോവർ അണക്കെട്ട് കാണപ്പെടുക. ഓക്കെ, അപ്പോൾ നർമ്മദ എന്നൊക്കെ പറയുമ്പോൾ അറിയാം എന്ന് വിചാരിക്കുന്നു അല്ലേ? നർമ്മദയുടെ മറ്റു പ്രത്യേകത എന്താണ്? നർമ്മദ എന്ന് പറയുമ്പോൾ മറ്റു പ്രത്യേകത എന്താണ്? നർമ്മദ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണെന്ത്? നർമ്മദ. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് പോകുന്ന ഏറ്റവും വലിയ നദി ഒന്നാണെന്ത്? നർമ്മദ. നർമ്മദ എവിടെ ഉത്ഭവിക്കുക? അമർകണ്ടക്കിലെ മൈക്കല നിരകളിൽ ഉത്ഭവിക്കുന്ന എവിടെയാണ്? അമർകാണ്ടക്കിലെ മൈക്കല നിരകൾ. മൈക്കലയാണ് ചോദിച്ചിട്ടുള്ളത് എപ്പോഴും, പ്രീവിയസ് ക്വസ്റ്റ്യൻ അത്. അമർകാണ്ടക്കിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് ഏത്? ഈ നർമ്മദ ഉത്ഭവിക്കുക. നർമ്മദ പ്രത്യേകത എന്തായിരുന്നു? ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. 1312 കിലോമീറ്റർ നീളത്തോളം ഉണ്ട് നർമ്മദയ്ക്ക്. 1312 കിലോമീറ്ററോളം ഉണ്ട് അല്ലേ? ഉപദ്വീപ് നദികളിൽ പടിഞ്ഞാറേക്ക് ഒഴുകുന്നതിൽ വലിയ നദിയാണ് ആര്? ഇത് നർമ്മദ എന്ന് പറയുന്നത്. സർദാർ സരോവർ അണക്കെട്ട് ഈ നദിയിലായിരിക്കും. പിന്നെ ഭ്രംശ് താഴ്വരയോടൊക്കെ ഒഴുകുന്ന ഭ്രംശ് താഴ്വര, അതിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ എന്ന് പറയാം. ഭ്രംശ് താഴ്വര അല്ലേ? അപ്പോൾ അത് മതിയല്ലോ. കൃഷ്ണയുടെ പ്രത്യേകത അറിയാം. കൃഷ്ണ നദിയുടെ പ്രത്യേകത അറിയാമല്ലോ. കൃഷ്ണയുടെ ഡാം ഏതാണ്? കൃഷ്ണയിൽ കാണുന്ന ഡാം ഏതാണ്? അൽമാട്ടി ഡാമാണ് കൃഷ്ണ ഡാം. അൽമാട്ടി ഡാം. കൃഷ്ണ നദിയിൽ കാണപ്പെടുന്ന ഡാം ഏതാണ്? അൽമാട്ടി ഡാം എന്ന് പറയും. കൃഷ്ണയുടെ പ്രത്യേകത എന്താ? കൃഷ്ണയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഉപദ്വീപിയൻ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം കൃഷ്ണയ്ക്കാണ്. ഉപദ്വീപിയൻ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം കൃഷ്ണയ്ക്കാണ്. ഉപദ്വീപിയൻ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം കൃഷ്ണയ്ക്കാണ്. അതിൽ എന്ത് കാണുന്ന ഡാം ഏതാണ്? അൽമാട്ടി ഡാമാണ്. അൽമാട്ടി ഡാമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ജർമ്മനി. ആൻസർ നമുക്കറിയാം, റൂർക്കല. ജർമ്മനി റൂർക്കല. കണക്ഷനാണ്. ജർമ്മനി റൂർക്കല. ജർമ്മനിയുടേത് റൂർക്കലയാണ് അവിടുത്തെ സംഭവം. റൂർക്കല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ബാക്കി ഇരുമ്പുരുക്ക് നിർമ്മാണശാല ജർമ്മനിയുടെ റൂർക്കലയാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ബാക്കി പോയിന്റ്സ് കൂടെ നമുക്ക് പറയാം. ബാക്കി പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ജർമ്മനി റൂർക്കലയാണ്. ജർമ്മനി റൂർക്കല. റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ശരിക്കും എവിടെയാണ്? സുന്ദർഗഡ്, ഒഡീഷ അല്ലേ? ജർമ്മനി സാങ്കേതിക സഹായം സ്റ്റീൽ പ്ലാന്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ആസ്ഥാനം എവിടെയാണ്? സുന്ദർഗഡ് എന്ന് പറയുന്ന സ്ഥലം. സുന്ദർഗഡ് അത് എവിടെയാണ്? ഒഡീഷയാണ്. സുന്ദർഗഡ് ഒഡീഷയാണ്. ഒറീസയാണ്. ഓക്കെ, സുന്ദർഗഡിലാണ് എൻ്റെ ആസ്ഥാനം, ഒഡീഷയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി ബൊക്കാറോ എന്നൊക്കെ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? ബൊക്കാറോ എന്ന് പറയുന്നത് ജാർഖണ്ഡ്. അത് ആരുടെ സഹായത്തോടെയാണ്? ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെയാണ്. റഷ്യയുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയതാണ്. ബൊക്കാറോ റഷ്യ പങ്കാളിത്തമാണ്. ഓക്കെ, എന്താണ് അവിടെ സ്ഥലം ഏതാണ്? ആസ്ഥാനം ഏതാണ്? ബൊക്കാറോ സ്ഥലം ജാർഖണ്ഡാണ്. ബൊക്കാറോ റഷ്യ സാങ്കേതിക സഹായം കൊടുക്കുന്നുണ്ട്. സ്ഥലം എവിടെയാണ്? ജാർഖണ്ഡാണ്. ബൊക്കാറോ സ്ഥലം ജാർഖണ്ഡിലെ ബൊക്കാറോയിലാണ് അതിന് ആസ്ഥാനമുള്ളത്. അങ്ങനെ ദുർഗാപൂർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ദുർഗാപൂർ തന്നെയാണ് ആസ്ഥാനം. ദുർഗാപൂർ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ ആസ്ഥാനം. ആരുടെ സഹായത്തോടെ സംഘടിക്കുന്ന? യുകെയുടെ സഹായത്തോടെ അല്ലേ? യുകെയുടെ സഹായത്തോടെ അവർ ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭിലായ് ഉണ്ടല്ലോ. ഭിലായ് എന്ന് പറയുമ്പോൾ എന്താണ്? ഛത്തീസ്ഗഡിലാണ് എൻ്റെ ആസ്ഥാനം. ഛത്തീസ്ഗഡാണ് ഭിലായുടേത്. അവരുടെ സഹായം ആർക്കാണ്? റഷ്യയ്ക്കാണ്. റഷ്യ സഹായിച്ചുകൊണ്ടാണ് ഭിലായിൽ നിന്ന് നടന്നു പോകുന്നത്. ഇതെല്ലാം ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളാണല്ലോ അല്ലേ? ഇതെല്ലാമാണ്. പ്രത്യേകത എന്നറിയോ? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇതൊക്കെ രൂപീകൃതമാവുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മംഗൽ നബീസ് മാതൃക പ്രകാരമൊക്കെയാണ് വ്യവസായവൽക്കരണം വന്നില്ല. വ്യവസായ പദ്ധതിയായിരുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിക്കാലം. ആ സമയത്താണ് ഈ പദ്ധതികളൊക്കെ അല്ലേ, ഈ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ ഉണ്ടായി വന്നിട്ടുള്ളത്. നമ്മൾ പഠിക്കുമ്പോൾ അതും ചോദിക്കാം. കണക്റ്റഡ് ഫാക്ട്സ് ആണ് ചോദിക്കാൻ പറ്റും. ബൊക്കാറോ പറഞ്ഞ എന്താണ്? ബൊക്കാറോ എവിടെയാണ്? റഷ്യയാണ്. അതിൻ്റെ സ്ഥലം എവിടെയാണ്? ജാർഖണ്ഡ് അല്ലേ?
അതിൻ്റെത് റഷ്യ എന്ന് ഓർക്കണം. റൂർക്കല്ല ജർമ്മനി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, റൂർക്കല്ല ജർമ്മനി എന്നുള്ളത്. ഓക്കെ, അടുത്ത് നോക്കുമ്പോൾ കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസറിലേക്ക് വന്നാലോ? ആൻസർ നമുക്ക് പറയാം. ആൻസർ ഏതാണ്? ആൻസർ ഛത്തീസ്ഗഡിലാണ്. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡിലാണ് കാണപ്പെടുക. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, അവിടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയാണ്. എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ, ഏറ്റവും വലിയ കൽക്കരിപ്പാടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയാണ്. ഓക്കെ, എന്നാൽ ഏറ്റവും പഴയ കൽക്കരിയുണ്ട്. ഇത് വലുതാണ്, ജാറിയ വലുതാണ്. പഴയ കൽക്കരിക്കണി ഏതാണ്? റാണിഗഞ്ച്, പശ്ചിമ ബംഗാളിലുള്ള റാണിഗഞ്ചാണ് ഏറ്റവും പഴയ കൽക്കരിക്കണി. പശ്ചിമ ബംഗാളിലുള്ള റാണിഗഞ്ചാണ് ഏറ്റവും പഴയ കൽക്കരിക്കണി. ഓക്കെ അല്ലേ? അടുത്തത് ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി സാദിയ ദുബ്രി അല്ലേ. അപ്പോൾ ഒന്നേതാണ്? ഹാൽഡിയ അലഹബാദ് ഒന്നാമത്തേത്. കൊല്ലം കോട്ടപ്പുറമോ മൂന്നാമത്തേതാണ്. അതാണ് നമ്മുടെ കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരെണ്ണം അല്ലേ. കേരളത്തിൽ കടന്നു പോകുന്ന ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ ഇപ്പോൾ അല്ലേ. കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരെണ്ണം ഏതാണ്? ഇപ്പോഴും കൊല്ലം കോട്ടപ്പുറമാണ്. ഒന്നാമത്തേത് ജലപാത 3, 4, 5 ഉണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് ഹാൽഡിയ അലഹബാദാണ്, 2 സാദിയ ദുബ്രിയാണ്, 3 കൊല്ലം കോട്ടപ്പുറമാണ് അല്ലേ. അത് കേരളത്തിൽ കടന്നു പോകുന്നതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ഹൈദരാബാദ്. അടുത്തത് നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? നറോറ എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിലാണ്. നറോറ ആണവോർജ്ജ നിലയം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നറോറ ആണവോർജ്ജ നിലയം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നറോറ. അടുത്തത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഏത് ഭാഷയാണ്? ബംഗാളി ഭാഷ. ജനഗണമന ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചറ്റർജിയുടെ ഏത് കൃതി എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയാണ്? ആനന്ദമഠം. അപ്പോൾ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ആനന്ദമഠം എന്നൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ആനന്ദമഠം എന്നുള്ളത്. ജനഗണമന ബംഗാളി ഭാഷയിലുള്ളതാണ്. വന്ദേ മാതരം എന്ന് പറഞ്ഞ ഇവിടെ നിന്നുള്ളതാണ്. ആനന്ദമഠം എന്നുള്ള കൃതി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങൾ ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റേതാണ്? ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല അല്ലേ. അതാണ് തെറ്റ്. കാരണം എന്താണ്? മൗലിക അവകാശങ്ങൾ ജസ്റ്റീഷ്യബിൾ ആണ്, ന്യായമുള്ളതാണ്. നമുക്കതുകൊണ്ട് കോടതിയിൽ പോയാൽ നമുക്ക് ന്യായം കിട്ടും അല്ലേ. കോടതിയെ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റും. നമ്മുടെ മൗലിക അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് മൗലിക അവകാശങ്ങൾ ന്യായമാണ്, ന്യായവാദാർഹമാണ്, ന്യായത്തെ വാദിക്കാവുന്നതാണ്, ന്യായവാദാർഹമാണ് കേട്ടോ. ജസ്റ്റീഷ്യബിൾ, ഒറ്റ വാക്ക് ജസ്റ്റീഷ്യബിൾ, ഇംഗ്ലീഷ് വാക്ക് അല്ലേ. ജസ്റ്റീഷ്യബിൾ ആണ്, ജസ്റ്റിസാണ് എന്ന് വെച്ചാൽ നീതിയുള്ള സാധനമാണത്. നമുക്ക് നീതി കിട്ടും, കോടതിയിൽ പോയാൽ നീതി കിട്ടും അല്ലേ. മറ്റു ചിലതൊന്നും നീതി കിട്ടില്ല, നമുക്ക് കോടതിയിൽ പോകാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. പക്ഷേ മൗലിക അവകാശങ്ങൾ ന്യായവാദമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്കി ഫാക്ട്സ് മൗലികാവകാശം വായിക്കാം. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങൾ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കൂ അല്ലേ. പഠിച്ചിട്ടില്ല ഭേദഗതികളൊക്കെ? 44 ഭേദഗതിയുണ്ട്, സപ്തവകാശ ഭേദഗതി, 52 ഭേദഗതിയുണ്ട്, അതാണ് കുറുമാറ്റത്തെ സംബന്ധിക്കുന്ന ഭേദഗതി അല്ലേ, 91 ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഭേദഗതി ചുമ്മാതെ ഉണ്ടാവില്ല, അതിന് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടാവും, ചുമ്മാതെ ഉണ്ടാവത്തില്ല. ഇനി ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല അല്ലേ. താഴെ മുതൽ നമ്മൾ പബ്ലിക് സെക്ടറായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മുതൽ ഗവൺമെൻറ് ഒരു ഘടകവും എന്താണ്? മൗലിക അവകാശം ലംഘിക്കാൻ പാടില്ല. ഓക്കെ. ഇന്ത്യയിൽ വിവരാവകാശം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് ഭരണം എടുത്തിട്ടുള്ളതാണ്? സോവിയറ്റ് യൂണിയനാണ്. അറിയാമല്ലോ.
ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ അതാണ് ആർട്ടിക്കിൾ 32 അല്ലേ? അതാരാണ് പറഞ്ഞത്? അതങ്ങനെ ആക്കി വെച്ചത് ആരാണ്? അല്ലെങ്കിൽ ആത്മാവ് ഹൃദയം എന്ന് പറഞ്ഞേക്കുന്ന ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലേ? ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഏത് ഹൃദയവും ആത്മാവെന്ന് വിശേഷിപ്പിച്ചേക്കുന്നില്ല. നമ്മൾക്ക് ഭരണഘടനാ പരിഹാരങ്ങളും അല്ലേ ഉള്ള സംഭവമാണ് ആർട്ടിക്കിൾ 32. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതല്ല? ആന, കാള, സിംഹം, കുതിര എന്നിവയാണ്. കൂടുതൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശം അല്ലേ? സ്വത്തവകാശം എടുത്ത് മാറ്റി നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നായിരുന്നു? ഇവിടെ തെറ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, നമുക്ക് കാരണം അത്രയ്ക്കും കൊണ്ട് കുറേ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഇത് ജൂലൈ 22 ഓർത്ത് വെക്കണം. ഓക്കെ, 22 അങ്ങനെ കൊണ്ട് വരില്ല. അപ്പോൾ 47 46 നമുക്ക് സംശയം. ജൂലൈ 22 നോക്കണം. 47 അല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയം ജൂലൈ 22. അവിടെയാണ് ദേശീയ പതാക അംഗീകരിക്കുക. ഓക്കെ, ജൂലൈ കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലല്ലേ വരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നില്ലേ? ഓഗസ്റ്റ് 15 അപ്പോൾ അത് ഓർക്കാം, അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ദേശീയ പതാകയ്ക്ക് നമ്മുടെ നിർമ്മാണ സഭ അംഗീകാരം കൊടുത്തു അല്ലേ? നേരത്തെ ഒരു ഭരണഘടന നിർമ്മാണ സമിതി ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു, ഭരണഘടന ഉണ്ടാക്കി വെച്ചു അല്ലേ? അതൊക്കെ സംഭവം നടക്കുന്നേ ഉള്ളൂ ആ സമയത്ത്. അപ്പോൾ ദേശീയ പതാക വരുമ്പോൾ എന്താണ്? അത് ജൂലൈ 22 അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഇതിലെ കൊടി ഉയർത്തുക നമ്മൾ. 1947 ജൂലൈ 22 ദേശീയ പതാക നമുക്ക് നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് അല്ലേ? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, മറക്കുക പോലും ചെയ്യും കേട്ടോ. സംവാദ് കൗമുദി. ഇനി 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത. സ്റ്റഡ്ഗട്ടാണ് സ്ഥലം, ജർമ്മനിയിൽ വെച്ചിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? അത് ഇനി മാഡം ബിക്കാജി കാമയാണ്. അടുത്തത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച് സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. സ്വതന്ത്ര ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ആരാണ്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ആൻസർ തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന എന്താണ്? കേരള ഗാന്ധി ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി. നെക്സ്റ്റ് ചോദ്യം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഇതാണ്, ചട്ടമ്പി സ്വാമികൾ. പിന്നെ ഇവിടെ ഈ പ്രാചീന മലയാളം എപ്പോഴും ചോദിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കൂടെ തെറ്റായ പ്രസ്താവന എന്നൊക്കെ ചോദിച്ചിട്ട് ഈ പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ ആണെന്ന് ഉറപ്പിച്ച് പഠിച്ചു വെച്ചത്. കാരണം മറ്റു കുറേ പേരുടെ കൂടെ ആരെ കയറ്റിവിടും? ഈ പ്രാചീന മലയാളത്തിനെ കയറ്റിവിടാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അത് ഉൾപ്പെടുന്നതല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇവരെ നന്നായിട്ട് ചട്ടമ്പി സ്വാമികളെയും പ്രാചീന മലയാളവും കണക്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ വേദാധികാര നിരൂപണം എന്നുള്ള വാക്കും എഴുതി കണക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കി പഠിക്കണം. വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളിൽ നിന്ന് പഠിക്കുക. പ്രാചീന മലയാളമാണ് ചട്ടമ്പി, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാടാണല്ലേ? മലനാട്, ഇടനാടും ഉത്തർപ്രദേശവും അടങ്ങിയതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി അല്ലേ? ഇവിടെ ഇതാണ് ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇതാണ്, ശുദ്ധജലം ശാസ്താംകോട്ട. അടുത്ത ക്വസ്റ്റ്യൻ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞവർ റെയിൽവേ ഇല്ലാത്ത ജില്ല അല്ലേ? റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? വയനാട് ജില്ല അല്ലേ? വയനാട് ജില്ല. ഓക്കെ, പത്തനംതിട്ട പറയുമ്പോൾ ഇതിൽ കൂടെ പോകുന്ന വഴി തിരുവല്ലയുണ്ട്. തിരുവല്ലയിലൊരു ട്രെയിൻ എന്നിട്ടൊരു സ്ഥലം തിരുവല്ലയാണ്. അതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലം കൂടെ വണ്ടി ട്രെയിൻ കടന്നു പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ബാക്കി ഇങ്ങോട്ട് ഭാഗത്തൊന്നുമില്ല. ബാക്കി ഭാഗത്തോട്ട് പത്തനംതിട്ട ജില്ലയിൽ ബാക്കി ഭാഗത്തോട്ട് എന്തില്ല? പുനലൂരുണ്ടല്ലേ? പുനലൂരൊക്കെ ഉണ്ട്. പത്തനംതിട്ടയാണോ? അതെ. ഒക്കെ നമ്മൾ അതായത് ഈ എറണാകുളം അല്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് പോയി തിരുവനന്തപുരം പോകുമ്പോഴത്തേക്കിന് തിരുവല്ല ഒരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ അതാണ് റെയിൽവേ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ആൻസറിലേക്ക് എത്താൻ അറിയാവുന്നത്. വയനാട് എന്ന് പറയുമ്പോൾ എന്താണ്? വയനാട് ഇല്ല, കാരണം ചുരം കയറി വേണം പോകാൻ അല്ലേ? പിന്നെ അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് മലപ്പുറം അവിടെ നിന്ന് വഴി ഇന്ന് കൊടുക്കണം. ഈ വയനാട് റെയിൽവേ വേണം എന്നുള്ളൊരു പദ്ധതിയുമായിട്ടൊക്കെ ഞാൻ പണ്ട്
വയനാട് ഒരു സമയത്ത് നിൽക്കുമ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗസ്റ്റ് ലെക്ചർ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രോജക്റ്റ് ഒരു കുട്ടി തയ്യാറാക്കിയ പ്രോജക്റ്റ് ഞാൻ സഹായിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി അവിടെ തയ്യാറാക്കുന്നുണ്ട്. അവിടത്തേക്ക് ട്രെയിൻ വേണം, വയനാടിന് ട്രെയിൻ വേണം എന്നൊരു പദ്ധതി ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുട്ടിയാണ് പ്രൊജക്റ്റ് തയ്യാറാക്കി, പ്ലസ് ടുവിലെ കുട്ടിയാണ് തയ്യാറാക്കിയത്. അപ്പോൾ അവർക്കത് ആവശ്യമാണ്, വയനാട്ടിലേക്ക് ട്രെയിൻ വേണം എന്നുള്ളത് അവിടുത്തുകാർക്ക് പ്രധാന ആവശ്യമാണ്, ആഗ്രഹവുമാണ്, എല്ലാവർക്കും ആഗ്രഹവുമാണത്. അപ്പോൾ അന്ന് പ്ലസ് ടുവിലുള്ള കുട്ടികൾക്ക് പോലും അതിനെക്കുറിച്ച് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതാണ് വർഷങ്ങൾ, എൻ്റെ 10-11 വർഷത്തിന് മുമ്പാട്ടോ. ശരി, അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ചെമ്പഴന്തിയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3 അല്ലേ, NW3. ഇപ്പോൾ NW1 നിങ്ങൾക്കറിയാം ഹാൽഡിയ എന്നുള്ള സംഭവം അല്ലേ, 2 നിങ്ങൾക്കറിയാം സുബ്രി അല്ലേ, ഓർത്തിരിക്കണം. നെക്സ്റ്റ് വൺ, 1917 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഗൗരി പാർവതിഭായ്. ഇവിടെ പ്രൈമറി വിദ്യാഭ്യാസം അത് പാർവതിഭായ് അല്ലേ, നമുക്കിടെ ഇവിടെ ഗൗരി ലക്ഷ്മിഭായ് ഒക്കെ ഉണ്ട് വേറെ കേട്ടോ. അപ്പോൾ ഇവിടെ പ്രൈമറി വിദ്യാഭ്യാസം ആരാണ്? പാർവതിഭായ് ആണ്. പ്രൈമറി വിദ്യാഭ്യാസം പാർവതിഭായ് അല്ലേ. ഈ ഉത്രത്തിരുന്നാളിനെ എങ്ങനെ ഓർക്കാൻ പറ്റും? അദ്ദേഹമാണ് ചാനാർ ലഹള സമയത്തുള്ള അല്ലേ ഭരണാധികാരി. ചാനാർ ലഹള സമയത്തുള്ളത്, ചാനാർ മാറുമറയ്ക്കൽ സമരം ഉത്രം തിരുനാളാണ്. ഓക്കെ, നെക്സ്റ്റ്, സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സമയപരിഷ്കർത്താവ്. സവർണജാഥ അതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ സവർണജാഥ. ഗാന്ധിജി നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ, ക്വിറ്റ് ഇന്ത്യ സമരം. അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ് അവസാനത്തെ ബഹുജന സമരം എന്ന് പറയും. ചമ്പാരൻ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ തന്നെ എത്രയാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ. ചമ്പാരനുണ്ട്, പിന്നെ ഖേദ അല്ല, അർഹവാദ സമരമൊക്കെ 18 വരുന്നുണ്ട്. ചമ്പാരൻ ആദ്യത്തെ സത്യാഗ്രഹം ആണ് ഗാന്ധിയുടെ 17 അല്ലേ. അവസാനത്തെ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സത്യാഗ്രഹം അല്ലേ. ക്വിറ്റ് ഇന്ത്യ ആണ് അവസാനത്തെ സത്യാഗ്രഹം എന്ന് പറയും. ബഹുജന സമരം, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരമാണ്, ബഹുജന സമരമാണ്. അപ്പോൾ ഓർത്താൽ മതി, ക്വിറ്റ് ഇന്ത്യ നിങ്ങൾ പൊക്കോളെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടുകയല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയാം. അപ്പോൾ അത് ഓർത്താൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വർഷവും ഇയറും ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ക്വിറ്റ് ഇന്ത്യയുടെ ദിവസം എന്നാണ്? 1900 എന്നാൽ ക്വിറ്റ് ഇന്ത്യ ദിവസം, ക്വിറ്റ് ഇന്ത്യ ദിനം അല്ലെ, പ്രമേയം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസമൊക്കെ ഇല്ലേ ക്വിറ്റ് ഇന്ത്യ എന്ന സംഭവം അല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാൽ ശരിക്കും വർഷം മാത്രം നമുക്ക് നോക്കാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം, 42 ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ. അത് ആ പ്രമേയം പാസ്സാക്കിയത് എവിടെ വെച്ചിട്ടാണ്? ബോംബെ സമ്മേളനമാണ്. അവിടെ ഗാന്ധിജിയുടെ പ്രസക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹരിജൻ എന്ന് പറഞ്ഞ പത്രം വഴി അല്ലേ, ഹരിജൻ ഒരു പത്രം ഉണ്ടാക്കി അദ്ദേഹം. ഹരിജൻ എന്നൊരു പത്രം, ഹരിജനങ്ങളല്ല, ഹരിജൻ എന്നൊരു പത്രമുണ്ട്. ആ പത്രം ഗാന്ധിജിയുടെ അല്ലേ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അദ്ദേഹം ഈ പത്രത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഒരു പത്രം, ഗാന്ധിജിയുടെ പത്രമാണെന്ത്? ഹരിജൻ എന്ന് പറയുക. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ പത്രത്തിലൂടെയാണ്. 42 അല്ലേ, 1942 വർഷം ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ബഹുജന സമരം, അവസാന ബഹുജന സമരം എന്ന് പറയുമ്പോൾ അല്ലേ, ഇത് 17 ചമ്പാരൻ 1917 അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഗ്യാപ്പുകളില്ലേ. അപ്പോൾ 47 സ്വാതന്ത്ര്യം കിട്ടുന്നു അല്ലേ. അപ്പോൾ അവസാന സമരം നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ഇവിടെ വെച്ചാണ്? ലാഹോർ സമ്മേളനം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ഉള്ളതാണ് അല്ലേ. അത് ലാഹോറാണ്, പൂർണ്ണ സ്വരാജ് ലാഹോറാണ്. ഇനി, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യൻ ആരാണ്? ബാലഗംഗാധര തിലകനാണ് ലോകമാന്യൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കേരളത്തിൽ എന്താണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം അല്ലേ. ആദ്യത്തെ പൊതുവായ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ്റെ സംഭവമാണ് 1957 അല്ലേ. 1950 റിപ്പബ്ലിക് ആകുന്നു. അതിന് ശേഷം കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ 50 എന്നുള്ള വാക്ക് നമുക്ക് റിപ്പബ്ലിക് അറിയാം അല്ലേ. +7 ഓർത്തത്, കാരണം ഈ വർഷം ഹോളിൽ പോയിരുന്ന ഓർക്കില്ല അല്ലേ. 50 കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോഴെന്ന് സംഭവിച്ചത്? കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. റിപ്പബ്ലിക്കൊക്കെ ആയി, പക്ഷേ എല്ലാത്തിനും ഒരു ക്രമീകരണവും സാവകാശവും ഒക്കെ 7 വർഷം വേണ്ടി വന്നു നോക്കണം. നെക്സ്റ്റ് വൺ,
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലി. ജസ്റ്റിസ് ഫസൽ അലിയാണ് അതിൻ്റെ കമ്മീഷൻ അധ്യക്ഷൻ അല്ലേ. നെക്സ്റ്റ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? മീററ്റാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? ഓണം. വടക്കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? തുലാം വർഷം. അപ്പോൾ തെക്ക് കിഴക്കൻ മൺസൂണോ? ഇടവപ്പാതി അല്ലേ. വടക്ക് കിഴക്കൻ മൺസൂണ് തുലാം വർഷമാണെങ്കിൽ തെക്ക് കിഴക്കനോ? ഇടവപ്പാതിയാണ്. ഇനി വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ രചയിതാവ് വംശനാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 5 എടുത്ത് നോക്കൂ, എത്ര റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് അറിയാവോ? അത് നോക്കണം, എന്നാലേ പറ്റുള്ളൂ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടിയിൽ പോയ മനുഷ്യനാരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടിയിൽ പോയത് അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം അല്ലേ? 1861 റെയിൽവേ പാത. മനസ്സിലായോ? റെയിൽ പാത 1861. 800കളിലാണ്. ശരി. അപ്പോൾ നമ്മളാരായിരിക്കും? നമ്മളാണോ നിർമ്മിക്കുക? ഇപ്പോൾ അല്ല. ആരുടെ സഹായത്തോടാണ്? ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ നിർമ്മിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത്. 1861 റെയിൽ പാത നിർമ്മിക്കുന്നത്. നെക്സ്റ്റ്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നതിൻ്റെ വേദി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂരാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഏതൊക്കെയാണ്? ക്ഷയമുണ്ട്, അതുപോലെ ചിക്കൻ ബോക്സ്. ക്ഷയവും ചിക്കൻ ബോക്സും എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗം. ക്ഷയവും ചിക്കൻ ബോക്സും. ഓക്കെ, ക്ഷയം ആൻഡ് ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്നു അല്ലേ. ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഹാരവസ്തുക്കളെ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ലേതാണ്? ആൻസർ ഓപ്ഷൻ സി, കോമ്പല്ലാണ്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമികയാണ്. ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി എന്ന് പറയുമ്പോൾ വിറ്റമിൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി, വിറ്റമിൻ സി ആണ് ആൻസർ. ഓക്കെ, വിറ്റമിൻ സി. സ്കർവി. എ ഡെഫിഷ്യൻസി രോഗം എന്താണ്? എയുടെ അഭാവത്തുണ്ടാകുന്ന അസുഖം എന്താണ്? നിശാന്തത പറയല്ലേ. നിശാന്തതയുണ്ട്. അതുപോലെ മറ്റൊന്നുകൂടി നമുക്ക് പഠിച്ചു വെക്കണം, സ്ലോഫ് താൽമയും കൂടി പഠിച്ചു വെക്കാം. ബി എന്ന് പറയുമ്പോൾ B1 മുഖേന എന്തുണ്ടാവുന്നുണ്ട്? ബെറിബറി ഉണ്ടാകും. ഡി എന്ന് പറയുമ്പോൾ ആരുണ്ടാവുന്നുണ്ട്? കണാരോഗം ഉണ്ടാകുന്നുണ്ട്. റിക്കറ്റ്സ് അല്ലെ, കണരോഗമാണ് ഉണ്ടാവുക. അത് കൈയും കാലും സൂക്ഷിച്ച് അകത്തോട്ട് വളയുന്നതാണ് കണരോഗത്തിൻ്റെ ലക്ഷണം, റിക്കറ്റ്സിൻ്റെ ലക്ഷണം എന്ന് പറയാം. അടുത്തത്, രക്തത്തിലെ ദ്രാവക ഭാഗം ഏതുപോലെ അറിയപ്പെടുന്നു? ദ്രാവക ഭാഗം. ആൻസർ അതാണ് പ്ലാസ്മ ഇല്ല. രക്തം എന്ന് പറയുന്നത് 55% ആരാണ്? പ്ലാസ്മ ആയിരിക്കും കാണപ്പെടുക. ബാക്കി ശതമാനമാണ് അറിയുക രക്തകോശങ്ങൾ കാണപ്പെടും. രക്തകോശം എന്ന് പറയുമ്പോൾ അല്ലേ, രക്തകോശങ്ങൾ കാണപ്പെടും. ഓക്കെ, ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തകോശം എന്ന് പറഞ്ഞില്ലേ. രക്തകോശങ്ങൾ ആരൊക്കെയാണ്? RBC ഉണ്ട്, പിന്നെ WBC ഉണ്ട്. ഇത് ചുവന്ന RBC ആരാണ്? ചുവന്ന രക്താണുക്കൾ. WBC ആരാണ്? ശ്വേതരക്താണുക്കൾ. പ്ലേറ്റ്ലെറ്റും ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയാറുണ്ട്, പ്ലേറ്റ്ലെറ്റ് എന്നും പറയുന്നു കേട്ടോ. ഇത് RBC ചുവന്ന രക്താണുക്കൾ, അരുണ രക്താണുക്കൾ. WBC വെളുത്ത രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും. അതിനകത്തുള്ള RBCക്ക് ആ ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണ വസ്തുവാണെന്ന് ഹീമോഗ്ലോബിൻ അല്ലേ. ഇതാണ് നമ്മുടെ ബ്ലഡിൽ കൂടി പോകുമ്പോൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യാനുള്ള കഴിവുള്ളത് ഹീമോഗ്ലോബിനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ബ്ലഡിൽ ആവശ്യമുണ്ട്. ആ ചുവപ്പ് നിറം കൊടുക്കുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ അല്ലേ. രക്തക്കുറവ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിൻ കുറയുമ്പോഴാണ്. അപ്പോൾ റൈബോസോം എന്ന് പറഞ്ഞ ആരാണ്? പിന്നെ കോശദ്രവ്യം എന്ന് പറയുന്ന ആരാണ്? റൈബോസോം കോശദ്രവ്യം അല്ലേ. കോശം എടുക്കുമ്പോൾ നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റിനും ആരുണ്ട്? കോശദ്രവ്യം അല്ലേ. ഇതിനകത്തുള്ള ദ്രാവക ഭാഗമാണെന്ത്? കോശദ്രവ്യം അല്ലേ. കോശം എടുത്താൽ ഒരു കോശം എടുത്താൽ അതിൻ്റെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ബാക്കി ആരാണുള്ളത്? നിറയെ ആരുണ്ട്? കോശദ്രവ്യം. അതിൽ ദ്രാവക ഭാഗമാണ്, കോശത്തിനകത്തുള്ള ദ്രാവക ഭാഗമാണ് കോശദ്രവ്യം അല്ലേ. അതിനകത്ത് കാണുന്ന ചില അവയവങ്ങളിലെ കോശാംഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. കോശാംഗങ്ങൾ അതിലൊന്നാണ് ആര്? റൈബോസോം. ഇതിൻ്റെ ധർമ്മം എന്താണ്? പ്രോട്ടീൻ നിർമ്മിക്കുക എന്നുള്ളതാണ് ധർമ്മം. പ്രോട്ടീനുകൾ നിർമ്മിക്കുക.
അപ്പോൾ കോശദ്രവ്യം എന്താണ്? കോശത്തിനകത്തുള്ള ദ്രാവക ഭാഗമാണ് കോശദ്രവ്യം. ആ കോശദ്രവ്യത്തിൽ ആരുണ്ട്? വെള്ളവും ഉണ്ട്, അതുപോലെ കോശാംഗങ്ങളുമുണ്ട്. അതിൽ ഒരെണ്ണമാണ് ആര്? റൈബോസോം. മറ്റൊരെണ്ണത്തെ വരുന്നത് പറയാം, മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ്, അന്തർദ്രവ്യജാലിക, അങ്ങനെ കുറേ എണ്ണം. ഓക്കെ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിലവിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലാത്തത്. രണ്ടാമത്തതും നാലാമത്തതും കേട്ടോ അല്ലാത്തത്. അടുത്തതിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം. ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന ആരാണ്? ആന്തോസയാനിൻ എന്ന് പറയും അല്ലേ. അങ്ങനെയാണെങ്കിൽ ക്ലോറോഫിൽ ആരാണ്? ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു, ഹരിതകമാണ് അല്ലേ. ക്ലോറോഫിൽ ഹരിതകമാണ് എൻ്റെ മലയാളം, ക്ലോറോഫിലാണ്. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ് ക്ലോറോഫിൽ എന്ന് പറയാം. അതെന്തിനാ ഉപയോഗിക്കുക? ഇലകൾ സ്വയം ആഹാരം പാകം ചെയ്ത് കണ്ടിട്ടില്ലേ? അതിന് പറഞ്ഞ പേരെന്താണ്? ഫോട്ടോ സിന്തസിസ്. മറ്റൊരു പേര് മലയാളം എന്താ പറയുക? പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ആ ഇലകൾ സ്വയം ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുക. അതെവിടെ വെച്ച് നടക്കുന്നു? ഈ ഇലകളിൽ വെച്ച് നടക്കുന്നു. ഇലകളിൽ എവിടെ വെച്ചാണ്? ഹരിതകത്തിൽ വെച്ച് നടക്കുന്നു, ക്ലോറോഫിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ കാരണം ഈ ക്ലോറോഫിലാണ് സൺലൈറ്റിനെ അബ്സോർബ് സ്വീകരിക്കാനുള്ള കഴിവുള്ളത്. ക്ലോറോഫിലാണ് സൂര്യപ്രകാശത്തിനെ ആഗിരണം ചെയ്യാനുള്ള കഴിവുള്ളത്. സൂര്യപ്രകാശവും വെള്ളവും ഹരിതവും അല്ലേ ജലവും ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇലകളിൽ വെച്ചിട്ട് സസ്യങ്ങൾ നമുക്ക് ആഹാരം നിർമ്മിച്ച് തരുന്നു അല്ലേ. ചോറും കറിയുമാണ് അല്ല, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഊർജ്ജമാണ് അടുത്ത ട്രോഫിക് ലെവലിലേക്കും പോകുന്നു, അടുത്തതിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ക്ലോറോഫിൽ ആരാണ്? ഇലകളിലെ പച്ചനിറമുള്ള വർണ്ണവസ്തുവാണ് ഹരിതകം എന്ന് പറയുന്നത്. ഓക്കെ. ആന്തോസയാനിൻ എന്താണ്? ഇലകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകമാണില്ലേ. എല്ലാ ഇലകളും ചുവപ്പാണോ? അല്ല അല്ലേ. നമ്മുടെ കോഴിവാരൻ ചെടികളൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഗാർഡനിൽ ഇലകൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് കോഴിവാരൻ ചെടികളെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന പോലെ ആന്തോസയാനിൻ ചുവപ്പ് നിറം കാണും, മഞ്ഞ നിറം കാണും അല്ലേ. മഞ്ഞച്ചെടികളൊക്കെ ഉണ്ടല്ലോ. ക്ലോറോഫിൽ പച്ചനിറം. ഇനി എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ ഒരു ജനിതക മാറ്റം വരുത്തി ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജന ശാസ്ത്രജ്ഞരാണ്. സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയാണ്. സാധാ ബാക്ടീരിയ അല്ല, ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയാണ് അല്ലേ. അതിനെ ഉണ്ടാക്കി തരാൻ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. അയാളുടെ പേരെന്താണ്? ആ മനുഷ്യൻ്റെ പേരെന്താണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. ആനന്ദ് മോഹൻ ചക്രവർത്തി അല്ലേ. അതായത് ഈ നമ്മുടെ കടലിൽ എപ്പോഴും എന്താണ് എണ്ണപ്പാട കാരണം ഇങ്ങനെ എന്താ അവിടെയുള്ള പ്ലാന്റ്സുകളും അല്ലെങ്കിൽ അതിനകത്തൊന്നും ജീവിക്കുന്ന പല ആൽഗകളൊക്കെ താഴെയുണ്ട്. അതുപോലെ എന്താണ് ഈ കൊക്കുകളും മറ്റ് ജീവികളൊക്കെ വന്ന് മീൻ തിന്നാനൊക്കെ വരത്തില്ലേ. ഇവർക്കൊക്കെ കുടുങ്ങി പോവുകയും തിന്നാനൊക്കാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ടല്ലേ. അതിൻ്റെ ആവാസവസ്ഥ മാറുക ചെയ്ത് എണ്ണ ഇങ്ങനെ കടൽ മുഴുവൻ കിടക്കുമ്പോൾ ആവാസവസ്ഥ മാറുക, ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്സിജൻ കുറവുണ്ടാകുക ചെയ്യും അല്ലേ. അപ്പോഴും കടൽ പറ്റും, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകും. അപ്പം അത് ഒഴിവാക്കുക എന്ത് ചെയ്തു? അദ്ദേഹം കണ്ടുപിടിച്ച എന്തെങ്കിലും സൂപ്പർ ബഗിനെ കണ്ടുപിടിച്ചു. ഇവരും ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഇറക്കി വിടുമ്പോഴത്തേക്കിന് ആ എണ്ണയെല്ലാം തിന്ന് തീർക്കുമ്പോൾ അവിടുത്തെ മലിനീകരണം മാറി. ഇവിടുത്തെ മലിനീകരണം, ഈ കടലിലെ മലിനീകരണം മേളിൽ കിടക്കുന്ന ആ സംഭവം മാറിക്കിട്ടി. പക്ഷേങ്കിൽ ഈ ഒരു സാധനം പോയി എവിടെ കയറിയാൽ നമ്മുടെ മൈൻസൊക്കെ ഇല്ലേ, എണ്ണ ഉണ്ടാക്കുന്ന സ്ഥലം ഇല്ലേ, അവിടെ പോകാമെന്ന് വെച്ചോളൂ. ബൈ ചാൻസ് പോയാൽ തീർന്നില്ലേ എണ്ണ. നമുക്ക് ആവശ്യമുള്ള പെട്രോളും മറ്റ് എണ്ണകൾ അതുപോലെ എണ്ണ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അവിടെ പോയാലോ, അതിനെ അവിടെ കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? സൂപ്പർ ബഗിനെ കൊണ്ടിട്ടാൽ എന്ത് ചെയ്യും? അതവിടെ പറ്റിപ്പോകും. അപ്പോൾ അങ്ങനെ ഡ്രോബാക്കും കൂടി ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ ആൻസർ സൂപ്പർ ബഗ് ബാക്ടീരിയയാണ്. ജനിതക മാറ്റം വരുത്തിയ ജനറ്റിക് എഞ്ചിനീയറിംഗ് മുഖേന ജനിതക മാറ്റം വരുത്തിയ സാധനമാണ് സൂപ്പർ ബഗുകൾ എന്ന ബാക്ടീരിയ. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി കാർബൺ 12 കൊണ്ട് 14 കൊണ്ട്. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? സാന്ദ്രണ മാർഗം ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളേവ? ആൻസർ ഓപ്ഷൻ ബി ലാന്തർ. ഇതൊക്കെ SCERT ആണ് കേട്ടോ, SCERT ആണ് ഇതൊക്കെ. ഇത് രണ്ടും SCERT ആണ് ശരിക്കും. അടുത്തത് ഖനജലത്തിൻ്റെ ആസൂത്രം എന്താണ്? ആൻസർ ഓപ്ഷൻ സി D2O. നെക്സ്റ്റ് വൺ, ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ അനാൽജസിക്കുകൾ എന്ന് പറയാം ഇല്ലേ.
തെറ്റാ, സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പുറത്ത് പോകുന്നതല്ല. നെക്സ്റ്റ് വൺ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന തമോപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വികിരണം. തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ് ഏതാണ്? പാരമ്പര്യ മണ്ണെണ്ണയാണ്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ അപവർത്തനം. അപവർത്തനം. ഓക്കെ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏത്? ആൻസർ ഓപ്ഷൻ ബി, ഭ്രമണമാണ്. ഓക്കെ, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.